2021 ജനുവരി 19 ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരം. വർത്തമാന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് വിജയങ്ങളിൽ ഒന്ന് സംഭവിച്ചത് അന്നായിരുന്നു. അതെ, ഭാവിയിലെ ആ അത്ഭുത വിജയം തന്നെ. അവസാന ദിനത്തിലെ അവസാന മണിക്കൂറിലെ ത്രില്ലർ വിജയം. ഗാബയിൽ തങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ലെന്ന ഓസീസ് അഹങ്കാരമാണ് അന്ന് ഇന്ത്യ തീർത്തു കൊടുത്തത്. 32 വർഷങ്ങൾക്ക് ശേഷം ബിസ്ബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് അഥവാ ഗാബയിൽ ഇന്ത്യൻ പതാക പാറിപ്പറന്നു. മിച്ചൽ സ്റ്റാർക്കിൻ്റെയും മിച്ചൽ മാർഷിൻ്റെയും പാറ്റ് കമ്മിൻസിൻ്റെയും തീതുപ്പുന്ന പന്തുകളെ സധൈര്യം നേരിട്ട് അന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് അയാളാണ്, ഋഷഭ് പന്ത്. അഞ്ചാമനായി ക്രീസിലെത്തി പന്ത് 89 റൺസുമായി അജയ്യനായി ക്രീസിൽ. ബൗണ്ടറികൾ ആ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചു കൊണ്ടേയിരുന്നു. പഠിച്ച പണി 18 നോക്കിയിട്ടും അന്നത്തെ 23 വയസ്സുകാരനെ കീഴ്പ്പെടുത്താൻ അന്നത്തെ കങ്കാരിപ്പടയ്ക്ക് ആയില്ല. വാലറ്റത്തെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഐതിഹാസിക വിജയത്തിലേക്ക് എത്തിച്ചത് വിഖ്യാത മൈതാനത്തിലൂടെ നടന്നു തുടങ്ങിയ പന്തിൻ്റെ ദൃശ്യങ്ങൾ ആരാധകരുടെ മനസ്സിൽ ഇന്നും മായാതെ കിടപ്പുണ്ട്. 2022 ഡിസംബർ വാഹനാപകടത്തിൽ ഋഷഭ് പന്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു. താരത്തിൻ്റെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും സങ്കീർണമായ കാലം. പിന്നീട് ചികിത്സയുടെയും കഠിന പരിശീലനത്തിൻ്റെയും മാസങ്ങൾക്കൊടുവിൽ മടങ്ങിവരവ്. അസാധ്യമാകുമെന്ന് വിധി എഴുതിയെടുത്തു നിന്ന് അയാൾ പതിയെ മൈതാനത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം കണ്ടത്. കഴിഞ്ഞ IPLലും T20യിലും ലോകകപ്പിലും കളത്തിലിറങ്ങി. ഒടുവിൽ ഇതാ വരാനിരിക്കുന്ന ബംഗ്ലാദേശ് പര്യടനത്തിലും ടീമിലേക്ക് താരത്തെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. 20 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തൻ്റെ ഫേവറേറ്റ് ഫോർമാറ്റായ റെഡ് ബോൾ ക്രിക്കറ്റിലേക്കുള്ള കംബാക്ക്. ഏകദിന T20 മത്സരങ്ങളിൽ ക്രിക്കറ്റിൽ നിരന്തരം പരാജയപ്പെടുമ്പോഴും ടെസ്റ്റ് മത്സരങ്ങളിൽ ഈ ഉത്തരാഖണ്ഡുകാരൻ ഇടംകയ്യൻ ബാറ്റർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. നാട്ടിലെയും വിദേശത്തെയും പിച്ചുകളിൽ പുലർത്തുന്ന സ്ഥിരത തന്നെയാണ് ഇതിന് ഉദാഹരണം. ഇതുവരെ നേടിയ 5-ൽ 4 ഓവർസീസ് സെഞ്ചുറികൾ. ഇംഗ്ലണ്ടിനെതിരെ 2, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഓരോന്ന് വീതവും. സാക്ഷാൽ MSDക്ക് പോലും സാധിക്കാത്ത ഓവർസീസ് സെഞ്ചുറി നേട്ടം കരിയറിലെ തുടക്കകാലത്ത് തന്നെ ഈ വിക്കറ്റ് കീപ്പർ സ്വന്തമാക്കി കഴിഞ്ഞു. ക്രിക്കറ്റിലെ ടെക്സ്റ്റ് ബുക്ക് ഷോട്ടുകൾക്ക് പുറമെ ടെസ്റ്റിൽ റിവേഴ്സ് സ്വീപ്പുകളും സ്കൂപ്പ് ഷോട്ടുകളും എല്ലാം പരീക്ഷിക്കാൻ പന്ത് ധൈര്യം കാണിച്ചു, അതും ലോകോത്തര ബൗളർമാർക്കെതിരെ. റെഡ് ബോൾ ക്രിക്കറ്റിലെ പരിവർത്തന കാലത്തെ വക്താവ് കൂടിയായിട്ടാണ് പന്തിനെ വിലയിരുത്തുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതുവരെ 33 മത്സരങ്ങളിലാണ് താരം കളത്തിലിറങ്ങിയത്. 43.7 ബാറ്റിംഗ് ശരാശരിയിൽ 2271 റൺസ് ആണ് ഇതുവരെ സമ്പാദ്യം. 5 സെഞ്ചുറിയും 11 അർദ്ധ സെഞ്ചുറിയും ആ ബാറ്റിൽ നിന്ന് പിറന്നു. 159 റൺസ് ആണ് ഉയർന്ന സ്കോർ. ഏകദിന T20 IPL കരിയറിനേക്കാൾ ടെസ്റ്റിലെ പ്രകടനം ഒരു പിടി മുകളിൽ നിൽക്കുന്നു. നിലവിൽ നടന്നുവരുന്ന ദുലീപ് ട്രോഫി ടൂർണമെൻറ്റിൽ ഇന്ത്യ B ടീമിനായി കളത്തിൽ ഇറങ്ങിയ പന്ത് 2 ഇന്നിങ്സിൽ നിന്ന് നേടിയത് 68 റൺസ്. രണ്ടാം ഇന്നിങ്സിൽ 61 റൺസുമായി ടീമിൻ്റെ ടോപ്പ് സ്കോറർ. ഈ വർഷം ഇനി ഇന്ത്യയുടെ പ്രധാന പരമ്പരകളെല്ലാം ടെസ്റ്റ് മത്സരങ്ങളാണ്. ബംഗ്ലാദേശിനെതിരായ 2 മത്സരങ്ങളടങ്ങിയ സീരീസിന് ശേഷം ന്യൂസിലാൻഡിന് എതിരായും മത്സരങ്ങളുണ്ട്. തുടർന്ന് നവംബർ 26-ന് ഓസ്ട്രേലിയക്കെതിരെ അവരുടെ മണ്ണിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോക ക്രിക്കറ്റിലെ 2 ഹോട്ട് ഫേവറേറ്റുകൾ മുഖാമുഖം വരുന്ന പരമ്പര എന്ന നിലയിൽ ബോർഡർ ഗവാസ്കർ ഇപ്പോൾ തന്നെ ആരാധകരുടെ ചർച്ചകളിൽ നിറഞ്ഞു കഴിഞ്ഞു. വിദേശ പിച്ചുകളിൽ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ള ഋഷഭ് പന്തിൻ്റെ തിരിച്ചുവരവ് ഇന്ത്യൻ മധ്യനിരയെ ശക്തിപ്പെടുത്തും എന്നുറപ്പാണ്. വരാനിരിക്കുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് സ്റ്റേഡിയമാണ് വേദിയാവുക എന്ന് ICC കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 2 തവണയും ഫൈനലിൽ കാലിടറിയ ഇന്ത്യക്ക് ഇക്കുറി മിന്നിക്കൊടി പാറിക്കാനാവുമോ? 2021 ഗാബയിൽ സംഭവിച്ചത് ലോർഡ്സിലും സംഭവിക്കും എന്ന പ്രതീക്ഷയാണ് ആരാധകർ.